ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിതുപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തോരനെ ഇവിടെ റെഡിയാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കടുക് നല്ലതുപോലെ തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആവി കിടന്നിട്ട് തന്നെ നല്ലതുപോലെ തന്നെ വെന്തിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡി ആകുമ്പോഴത്തേന് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണ് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തോരനിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.